Hi everyone, a warm welcome to ONCE KTU question paper solution program. Today we are going to discuss module 5 of previous university question paper 2021 in partial differential equations and complex analysis. നമുക്ക് module 5ന്റെ സിലബസ് നോക്കാം. module 5ൽ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് ലോറൻസ് സീരീസിൽ നിന്ന് 7 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിംഗുലാരിറ്റീസ്. ദേ ആർ പോൾസ്, റിമൂവബിൾ ആൻഡ് എസെൻഷ്യൽ സിംഗുലാരിറ്റീസ്. നെക്സ്റ്റ് കോണ്ടൂർ ഇൻ്റഗ്രൽ ബേസ്ഡ് ഓൺ കോഷീസ് റെസിഡ്യൂ തിയറം. ഈ റെസിഡ്യൂ തിയറം യൂസ് ചെയ്ത് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മളെല്ലാവരും റെസിഡ്യൂസ് ഇവാലുവേറ്റ് ചെയ്യാൻ പഠിക്കണം. നെക്സ്റ്റ് രണ്ട് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് റെസിഡ്യൂ തിയറം വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ആ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് ഇൻ്റഗ്രൽ 0 to 2π f of sin theta cos theta. അടുത്തത് ഇൻ്റഗ്രൽ -∞ to ∞ fx dx. ഇതാണ് മൊഡ്യൂൾ 5ന്റെ സിലബസ്. നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും there are 2 parts, പാർട്ട് എ പാർട്ട് ബി. പാർട്ട് എയിൽ ഓരോ മോഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വന്നിരിക്കും. അതിൽ നമ്മുടെ മൊഡ്യൂൾ 5ൽ പാർട്ട് എയിൽ വന്നിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, ഗിവ് എക്സാമ്പിൾ ഓഫ് റിമൂവബിൾ സിംഗുലാരിറ്റി, പോൾ, എസെൻഷ്യൽ സിംഗുലാരിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദി ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഓഫ് എ ഗിവൺ ഫംഗ്ഷൻ 1/z × z-1. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, you give example for removable singularity, pole, essential singularity. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ഇതിനെപ്പറ്റി ഒരു ചെറിയ ഐഡിയ ഞാൻ തരാം. See, these are the 3 different types of singularity. What is a singular point? See, singular point എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്ത പോയിന്റ്സിന് പറയുന്ന പേരാണ് സിംഗുലർ പോയിന്റ്. അപ്പം സപ്പോസ് z equal to a is a singular point of the function fz. That means fz is not analytic at z equal to a. അപ്പം a സിംഗുലർ പോയിന്റ് അല്ല എങ്കിൽ നമുക്ക് fzന് ഒരു ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ കൊടുക്കാം. ഈ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് fzന്റെ ഒരു സീരീസ് എക്സ്പാൻഷൻ ആണ് ഇൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പവേഴ്സ് ഓഫ് z - a. ചില സമയത്ത് ചില കോഎഫിഷ്യൻസ് ഒക്കെ ആബ്സെന്റ് ആകും. ജനറൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും എ ഒരു സിംഗുലർ പോയിന്റ് ആണെങ്കിൽ fzനെ നമുക്കൊരു ഇൻഫിനിറ്റ് സീരീസ് ആയിട്ട് എഴുതാൻ പറ്റും. ആ ഇൻഫിനിറ്റ് സീരീസിൽ z - aയുടെ പോസിറ്റീവ് പവേഴ്സും ഉണ്ടായിരിക്കും, നെഗറ്റീവ് പവേഴ്സും ഉണ്ടായിരിക്കും. അപ്പോൾ ഇൻ ജനറൽ fz ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് a0 പ്ലസ് a1 × z - a പ്ലസ് a2 × z - a ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇത് നമ്മുടെ പോസിറ്റീവ് പവേഴ്സ് ഓഫ് z - aയുടെ സീരീസ്. ഇനി അതുപോലെ നെഗറ്റീവ് പവേഴ്സ് ഓഫ് z - a, ദാറ്റ് ഈസ് b1/z - a പ്ലസ് b2/z - a ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. അപ്പം നമുക്ക് ഇങ്ങനെ fzനെ എക്സ്പാൻഡ് ചെയ്യാം. ഈ എക്സ്പാൻഷനാണ് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ. ഇതിൽ ഈ z - aയുടെ നെഗറ്റീവ് പവേഴ്സ് ഉള്ള അതാണ്ട് ഈ ഇൻഫിനിറ്റ് സീരീസ്. ഇതിന് പറയുന്ന പേരാണ് സിംഗുലർ പാർട്ട്. സിംഗുലർ പാർട്ട് ഓഫ് fz. അപ്പം നമ്മുടെ സിംഗുലർ പാർട്ട് കൺസിഡർ ചെയ്താൽ നമുക്ക് 3 പോസിബിലിറ്റീസ് ആണ്. ചിലപ്പോൾ സിംഗുലർ പാർട്ട് ആബ്സെന്റ് ആകാം, അതായത് സിംഗുലർ പാർട്ടിൽ ഒരു ടേമും കാണാതെ വരാം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ പറയും എ എന്ന് പറയുന്നത് fzന്റെ റിമൂവബിൾ സിംഗുലാരിറ്റി ആണ്. സോ ക്വസ്റ്റ്യൻ ഈസ് യു ഗീവ് സച്ച് ആൻ എക്സാമ്പിൾ. നെക്സ്റ്റ്, ഇനി നമ്മുടെ സിംഗുലർ പാർട്ടിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആകാം. അപ്പോൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് അല്ലെങ്കിൽ 5 ടേം അല്ലെ 1 ടേം അല്ലെ 2 ടേം അല്ലെ 10 ടേംസ്, ഇങ്ങനെ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ വി സേ z equal to a is a pole of fz. അപ്പം അങ്ങനെ ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, അപ്പം നമ്മുടെ സിംഗുലർ പാർട്ട് കൺസിഡർ ചെയ്യുന്നു. സിംഗുലർ പാർട്ടിന് 3 പോസിബിലിറ്റീസ് ആണ്. ഒന്നുകിൽ അതിൻ്റെ അകത്ത് ടേംസ് ഒന്നും ഉണ്ടാവില്ല, അതായത് എല്ലാ ടേംസും ആബ്സെന്റ് ആകും, അല്ലെങ്കിൽ അതിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് വരും. ഇനി അടുത്ത ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലർ പാർട്ടിൽ ഇൻഫിനിറ്റ്ലി മെനി ടേംസ്. അങ്ങനെ വരികയാണെങ്കിൽ വി സേ എ ഈസ് ആൻ എസെൻഷ്യൽ സിംഗുലാരിറ്റി. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ഐഡിയ. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ യു ഗീവ് എക്സാമ്പിൾ ഫോർ ഈച്ച് റിമൂവബിൾ സിംഗുലാരിറ്റി, പോൾ ആൻഡ് എസെൻഷ്യൽ സിംഗുലാരിറ്റി. ഓരോ എക്സാമ്പിൾ മാത്രം കൊടുക്കുക. ഇക്കാര്യങ്ങളൊന്നും പറയേണ്ടത് നിങ്ങളുടെ ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഓരോ എക്സാമ്പിളിനും 1 മാർക്ക് ഈച്ച്.
അപ്പോഴേ റിമൂവബിൾ സിംഗുലാരിറ്റി. റിമൂവബിൾ സിംഗുലാരിറ്റിക്ക് ഒരു എക്സാമ്പിൾ ആണ് യു കൺസിഡർ എഫ് ഇസഡ് ആസ് സൈൻ ഇസഡ് ബൈ ഇസഡ്. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ജസ്റ്റ് ഇത് മാത്രം കൊടുത്താൽ മതി. ഇനി ഇതിന്റെ ഫർദർ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. കൊടുത്താൽ നമുക്ക് എക്സ്ട്രാ മാർക്ക് ഒന്നും കിട്ടുന്നില്ല. കാരണം ഒരു എക്സാമ്പിളിന് 1 മാർക്ക്. ഇപ്പോൾ 1 മാർക്കായി. ഞാനിതൊന്ന് ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. എഫ് ഇസഡ് ഈക്വൽ ടു സൈൻ ഇസഡ് ബൈ ഇസഡ്. അപ്പൊ ഇത് ഫംഗ്ഷൻ നോക്കി കഴിഞ്ഞാൽ ഇസഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എഫ് ഇസഡിന്റെ ഒരു സിംഗുലർ പോയിന്റ് ആണ്. ഇനി അത് ഏത് സിംഗുലർ പോയിന്റിൽ വരും എന്ന് നോക്കാം. അതിന് എഫ് ഇസഡിന്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ സിംഗുലർ പാർട്ട് അനലൈസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് സൈൻ ഇസഡിന്റെ സീരീസ് എക്സ്പാൻഷൻ ഇസഡ് മൈനസ് ഇസഡ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് ഇസഡ് റേസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര. ഇതാണ് നമ്മുടെ സൈൻ ഇസഡ് ഹോൾ ഡിവൈഡഡ് ബൈ ഇസഡ്. You divide each term by z. So first term is 1. Z by z1 minus z cube z square by 3 factorial plus z raised to 4 by 4 factorial minus etc. See, this is the Lorentz series expansion of fz. അപ്പൊ ഇവിടെ ഇസഡിന്റെ പോസിറ്റീവ് പവേഴ്സ് മാത്രമേ ഉള്ളൂ. ഇസഡ് സ്ക്വയർ ഇവിടെ നമുക്ക് ഇസഡ് വേണേൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം വിത്ത് ഇസഡ് റൈസ് ടു 0. അപ്പൊ 2, 4, 6 എക്സെട്ര only പോസിറ്റീവ് പവേഴ്സ് ആണ്. ഇസഡിന്റെ നെഗറ്റീവ് പവേഴ്സ് ഇല്ല. അതായത് സിംഗുലർ പാർട്ട് ആബ്സെന്റ് ആണ്. സോ സച്ച് സിംഗുലാരിറ്റി ഈസ് നോൺ ആസ് എ റിമൂവബിൾ സിംഗുലാരിറ്റി. അപ്പൊ സോ ക്ലിയർലി ഇസഡ് ഈക്വൽ ടു 0 ഈസ് എ റിമൂവബിൾ സിംഗുലാരിറ്റി ഓഫ് എഫ് ഇസഡ്. നെക്സ്റ്റ് പോള്. പോളിന് യു കൺസിഡർ എഫ് ഇസഡ് ആസ് ഇ റൈസ് ടു ഇസഡ് ബൈ ഇസഡ്. ക്ലിയർലി 0 is a singularity. ഞാൻ ഇ റൈസ് ടു ഇസഡിന്റെ സീരീസ് എക്സ്പാൻഷൻ കൊടുക്കുകയാണ്. 1 പ്ലസ് ഇസഡ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ഇസഡ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ദ ഹോൾ ഡിവൈഡഡ് ബൈ ഇസഡ്. സോ ദിസ് ഈക്വൽ ടു യു ഡിവൈഡ് ഇസഡ് ടു ഈച്ച് ടേം. അപ്പോൾ 1 ബൈ ഇസഡ് പ്ലസ് 1 ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ഇസഡ് ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് ഇസഡ് സ്ക്വയർ ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ഇസഡിന്റെ പോസിറ്റീവ് പവേഴ്സിലെ സീരീസ് ആണ്. ഇസഡിന്റെ നെഗറ്റീവ് പവേഴ്സിലെ സീരീസിൽ ഒരു ടേം മാത്രമേ ഉള്ളൂ 1 ബൈ ഇസഡ്. അപ്പൊ ഈ നെഗറ്റീവ് പവർ സീരീസിൽ അതായത് സിംഗുലർ പാർട്ടിൽ ദർ ഈസ് ഓൺലി 1 ടേം. സോ വി ക്യാൻ കൺക്ലൂഡ് 0 is a pole of f ഇസഡ്. സോ ദിസ് ഈസ് an example for pole of f. There are so many examples. Next, essential singularity. Suppose f z equal to e raised to 1 by z. See, ഈ ഫംഗ്ഷൻ is not analytic at z equal to 0. കാരണം ഇവിടെ ഇസഡിന് 0 എടുക്കുമ്പോൾ 1 by 0 e raised to infinity. അപ്പോൾ ഈ ഫംഗ്ഷൻ 0യിൽ അനലിറ്റിക് അല്ല. അപ്പോൾ ഇതിന്റെ ഒരു സിംഗുലർ പോയിന്റ് ആണ് 0. നെക്സ്റ്റ് വി അനലൈസ് വിച്ച് ടൈപ്പ് ഓഫ് സിംഗുലാരിറ്റി ഈസ് 0. അതിന് യു ഗീവ് ദി എക്സ്പാൻഷൻ ഓഫ് ഇ റൈസ് ടു 1 ബൈ z. ഇ റൈസ് ടു ഇസഡിന്റെ എക്സ്പാൻഷൻ ഇതാണ്. നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് സീരീസസ് ഉണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇ റൈസ് ടു ഇസഡ്, സൈൻ ഇസഡ്, കോസ് ഇസഡ്, 1 ബൈ 1 പ്ലസ് ഇസഡ്, 1 ബൈ 1 മൈനസ് ഇസഡ്, ലോഗ് 1 പ്ലസ് ഇസഡ്. ലോഗ് 1 പ്ലസ് ഇസഡ് അധികം യൂസ് ചെയ്യുന്നില്ല. ഇത്രയും സ്റ്റാൻഡേർഡ് സീരീസസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. ഇതിന്റെയൊക്കെ എക്സ്പാൻഷൻസ് കിട്ടിയിരിക്കുന്നത് മക്ലോറൻ സീരീസ് വഴിയാണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഇ റൈസ് ടു ഇസഡിന്റെ എക്സ്പാൻഷൻ അറിയാം. സി ദിസ് ഈസ് ദി എക്സ്പാൻഷൻ. അപ്പൊ ഇ റൈസ് ടു 1 ബൈ ഇസഡിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? യു റീപ്ലേസ് ഇസഡ് ബൈ 1 ബൈ ഇസഡ്. അപ്പൊ 1 പ്ലസ് 1 by z by 1 factorial plus 1 by z square by 2 factorial plus etc. That is 1 plus 1 by 1 factorial into z plus 1 by 2 factorial into z square plus etc. ഇപ്പൊ ഇവിടുത്തെ ഈ സീരീസിൽ ഇസഡിന്റെ നെഗറ്റീവ് പവേഴ്സ് ഉള്ള ഒരു സീരീസ് ആണ്. അതായത് സിംഗുലർ പാർട്ടിൽ ഇൻഫിനിറ്റ്ലി മെനി ടേംസ്. സോ വി ക്യാൻ കൺക്ലൂഡ് 0 is an essential singularity. അപ്പൊ നമുക്ക് റിമൂവബിൾ സിംഗുലാരിറ്റിക്ക് ഒരു എക്സാമ്പിൾ ആയി, പോളിന് ഒരു എക്സാമ്പിൾ ആയി, എസെൻഷ്യൽ സിംഗുലാരിറ്റിക്ക് ഒരു എക്സാമ്പിൾ ആയി. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോറൻസ് സീരീസിൽ നിന്നാണ്. നമുക്ക് 1 ബൈ ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് 1ന്റെ ലോറൻസ് സീരീസ് അബൌട്ട് ഇസഡ് ഈക്വൽ ടു 0 കണ്ടുപിടിക്കണം. അപ്പം ഇസഡ് ഈക്വൽ ടു 0യിലാണ് എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ ഈ സീരീസിനെ ഇസഡിന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പവേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാം.
ലോറൻസ് സീരീസ് എന്ന് പറയുന്ന ഒരു ഇൻഫിനിറ്റ് സീരീസ് ആണ്. അപ്പൊ ആ ഇൻഫിനിറ്റ് സീരീസിൽ ഇസഡിന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പവേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം. ഇതാണ് നമ്മൾ ഇതിന്റെ ലോറൻസ് സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ലോറൻസ് സീരീസ് എക്സ്പ്രസ് ചെയ്യാൻ നേരത്ത് നമ്മൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 2 സീരീസ് ആണ് ഇതൊക്കെ. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് തരും, അതിനൊരു ഇൻഫിനിറ്റ് സീരീസ് കൊണ്ടുവരണം. ഇൻഫിനിറ്റ് സീരീസിലോട്ട് എഴുതാൻ വേണ്ടി നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതേപോലൊക്കെയുള്ള ടേംസ് കൊണ്ടുവരണം, എന്നിട്ട് എക്സ്പാൻഷൻ കൊടുക്കാം. അപ്പോഴേ നമ്മുടെ എഫ് ഇസഡ് 1/z into z minus 1. ആദ്യം ഇതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ കൊടുക്കുക. പാർഷ്യൽ ഫ്രാക്ഷൻ a/z plus b/z minus 1. അപ്പൊ എയും ബിയും കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡ്, എയുടെ ഡിനോമിനേറ്റർ 0 ആകാനുള്ള ഇസഡിന്റെ വാല്യൂ നോക്കുക. എയുടെ ഡിനോമിനേറ്റർ 0 ആകാൻ ഇസഡ് എത്ര വേണം? 0. അപ്പൊ ഇസഡ് 0 എന്നുള്ളത് ദാണ്ട് ഇവിടെ ഇസഡ് ഒഴിച്ച് ബാക്കിയുള്ളടത്ത് കൊടുക്കുക. 0 കൊടുക്കുമ്പോൾ 1/0 minus 1 എന്ന് പറയുന്നത് -1. അപ്പൊ a -1. ബി ഇതിന്റെ ന്യൂമറേറ്റർ കിട്ടാൻ ഇതിന്റെ ഡിനോമിനേറ്റർ 0 ആകുന്നത് z = 1. അപ്പൊ ഇവിടെ z = 1 ഒഴിച്ച് ബാക്കിയുള്ളടത്ത് ഇസഡിന് 1 കൊടുക്കുക. സോ 1. അപ്പൊ ഇതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ ഇതാണ്. നമുക്ക് ഇസഡിന്റെ പോസിറ്റീവ് നെഗറ്റീവ് പവേഴ്സ്, ഇത് ഇസഡിന്റെ ഒരു പവറാണ്, z⁻⁻1 എന്ന് പറയും. അപ്പൊ ഇത് ഇസഡിന്റെ നെഗറ്റീവ് പവേഴ്സ് ആണ്. അപ്പൊ ഇതിനെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇത് z-1ന്റെ പവറാണ്. നമുക്ക് ഇതിനെ ഇസഡിന്റെ പവേഴ്സ് ആക്കണം. ഇസഡിന്റെ പവേഴ്സ് ആക്കാൻ വേണ്ടി സ്യൂട്ടബിൾ ആയിട്ട് ഇതിലേതെങ്കിലും ഒരു റിസൾട്ട് യൂസ് ചെയ്യാം. നമുക്ക് ഇസഡിന്റെ പവേഴ്സ് ആക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു -1 പുറത്തെടുക്കുന്നു. 1 - z. ഈ എക്സ്പാൻഷൻ യൂസ് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ടിംഗ് ടേം 1 ആയിരിക്കണം. അതുപോലെ സെക്കൻഡ് ടേമിന്റെ മോഡുലസ് <1 ആയിരിക്കണം. നമുക്ക് ഇസഡിന്റെ പവേഴ്സ് ആണ് വേണ്ടുന്നത്. അപ്പൊ ഈ 1/1 - z ഈ എക്സ്പാൻഷൻ കൊടുക്കുമ്പോൾ ഇസഡിന്റെ പോസിറ്റീവ് പവേഴ്സ് ആണ്. അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ടിംഗ് ടേം 1 ആക്കാൻ ഒരു നെഗറ്റീവ് പുറത്തെടുക്കാം. See, this is -1/z minus 1 - z⁻⁻1. ഇനി ഇതിന് എക്സ്പാൻഷൻ കൊടുക്കുക. ദാറ്റ് ഈസ് -1/z minus 1 - z⁻⁻1. ഇതിന്റെ എക്സ്പാൻഷൻ 1 + z + z² etc. നമ്മൾ യൂസ് ചെയ്ത റിസൾട്ട് ഫസ്റ്റ് റിസൾട്ട് ആണ്. ഈ ഫസ്റ്റ് റിസൾട്ട് എന്ന് പറയുമ്പോൾ 1 + z + z² etc. 1 + z⁻⁻1. അപ്പൊ ഇവിടെ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. അത് തിരിഞ്ഞു പോകാതിരിക്കാൻ ഇത് രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പ്ലസ്, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി പ്ലസ്. ഇവിടെ പ്ലസ് ഇൻറ്റു മൈനസ്, ഇറ്റ് ഈസ് മൈനസ്. സോ ഓൾട്ടർനേറ്റിംഗ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ നമുക്ക് തിരിഞ്ഞു പോകില്ല സീരീസ്. സോ ദി സീരീസ് ഈസ് -1/z. ഒന്ന് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. So this is the required Lorentz series expansion of fz. Now see, each term is in powers of z. ഇത് z ന്റെ പവർ ആണ്. ഇവിടെ നമുക്ക് z⁻0 എന്ന് കൊടുക്കുക. z ന്റെ പവർ, z ന്റെ പോസിറ്റീവ് പവേഴ്സ്. See, this is the required Lorentz series. Next, part B. അപ്പോൾ part B യിൽ 2 questions ആണ്. You have to answer 1 full question. ഓരോ ക്വസ്റ്റ്യനും 2 സബ് ഡിവിഷൻസ് ഉണ്ട്. ഓരോ സബ് ഡിവിഷന്റെ മാർക്ക് എപ്പോഴും 7 മാർക്കാണ്. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റിന്റെ 7, ഇത് ക്വസ്റ്റ്യന് 7 മാർക്കാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എഗെയിൻ ലോറൻസ് സീരീസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മുടെ 19A എന്ന് പറയുന്നത് ലോറൻസ് സീരീസ് ആണ്. അപ്പൊ ലോറൻസ് സീരീസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും 7 മാർക്സിനുണ്ടായിരിക്കും. അപ്പൊ നമുക്കിത് ആൻസർ ചെയ്യാം. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലോറൻസ് സീരീസ്. നെക്സ്റ്റ് ഇവാലുവേഷൻ ഓഫ് ഇന്റഗ്രൽ ഓഫ് ദി ടൈപ്പ് 0 to 2π f of sin θ cos θ. നെക്സ്റ്റ് ഇവാലുവേഷൻ ഓഫ് -∞ to ∞ fx dx. അടുത്തത് ഇന്റഗ്രേഷൻ ഓഫ് എ കോണ്ടൂർ ഇന്റഗ്രൽ ബേസ്ഡ് ഓൺ റെസിഡ്യൂ തിയറം. എല്ലാ മൊഡ്യൂൾ 5ന്റെയും പാറ്റേൺ ഇങ്ങനെയായിരിക്കും. ലോറൻസ് സീരീസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, അതേപോലെ റെസിഡ്യൂ തിയറം യൂസ് ചെയ്ത് ഒരു ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ ഈ 2 ടൈപ്പ് ഇന്റഗ്രലിൽ നിന്നും ഓരോരോ ക്വസ്റ്റ്യൻസ് വരും. അത് ഒരെണ്ണം ചോയ്സിലായിരിക്കും. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ fzന്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ വേണം. തന്നിരിക്കുന്ന റീജിയൻ, 2 റീജിയൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് റീജിയൻ 1 mod z <2. നമുക്ക് ആദ്യത്തത് ചെയ്യാം. അപ്പൊ ലോറൻസ് സീരീസ് എക്സ്പാൻഷനിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന റിസൾട്ട്സ് ഇത് 2ആണ്. ഇതിൽ 2ൽ ഏതെങ്കിലും ഒരെണ്ണം സ്യൂട്ടബിൾ ആയിട്ട് അപ്ലൈ ചെയ്യണം. ഇതില്ലാതെ നമുക്ക് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ നടത്താൻ പറ്റില്ല. കാരണം ഒരു സീരീസ് എക്സ്പാൻഷൻ ആണ്. സീരീസ് എക്സ്പാൻഷൻ ഇവിടുന്നാണ് മേക്ക് ചെയ്യുക.
അപ്പൊ ഈ റിസൾട്ടിൽ അറിഞ്ഞിരിക്കേണ്ടത് സ്റ്റാർട്ടിംഗ് ടേം 1 ആയിരിക്കണം, സെക്കൻഡ് ടേമിന്റെ മോഡുലസ് ലെസ് ദാൻ 1 ആയിരിക്കണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ എഫ് ഇസഡ് 1/z-1 into z-2. ആദ്യത്തെ സ്റ്റെപ്പ് ഇതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ കൊടുക്കുക. ഇതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ വരുമ്പം a ഡിവൈഡഡ് ബൈ z-1 പ്ലസ് b ഡിവൈഡഡ് ബൈ z-2. ഞാൻ എയും ബിയും എഴുതുന്നില്ല, ഇവിടെ എയും ബിയും ഷോർട്ട് കട്ട് മെത്തേഡിൽ കണ്ടുപിടിക്കും. ഇവിടുത്തെ z-1ന്റെ ന്യൂമറേറ്റർ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡ് z ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കാം. z ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 2 എന്ന് പറയുമ്പോൾ -1. സോ a ഈസ് -1. b കിട്ടാൻ യു പുട്ട് z ഈക്വൽ ടു 2 ഹിയർ. ഇതൊഴിച്ചിട്ട് ബാക്കിയുള്ളിടത്ത് z-ന് 2 കൊടുക്കുക. അപ്പൊ 1/2 - 1 ഇറ്റ് ഈസ് 1. അപ്പൊ ഇതാണ് ഇതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ. അപ്പൊ ഈ 7 മാർക്ക് ക്വസ്റ്റ്യൻസിലെല്ലാം പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മുടെ എഫ് ഇസഡിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ കിട്ടി. ഇനി നമുക്ക് തന്നിരിക്കുന്ന റീജിയൻ എടുക്കണം. നമ്മുടെ റീജിയൻ 1 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ 2 ആണ്. 1 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ 2. ഇത് പല രീതിയിൽ അറേഞ്ച് ചെയ്യാം. നമുക്കിപ്പോൾ ആവശ്യമുള്ളത് ലെസ് ദാൻ 1 പോലെ അറേഞ്ച് ചെയ്യാം. ആൻഡ് ഇതിൽ നിന്ന് 1 ലെസ് ദാൻ മോഡ് z ആൻഡ് മോഡ് z ലെസ് ദാൻ 2. അപ്പൊ ഇതിനെ ലെസ് ദാൻ 1 പോലെ അറേഞ്ച് ചെയ്യാം. അപ്പൊ മോഡ് z കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ വി ഹാവ് 1 മോഡ് z ലെസ് ദാൻ 1 ആൻഡ് മോഡ് z/2 ലെസ് ദാൻ 1. ഏത് റീജിയൻ കിട്ടിയാലും ഇങ്ങനെ ലെസ് ദാൻ 1 പോലെ അറേഞ്ച് ചെയ്യാം. ഇനി നമ്മുടെ എഫ് ഇസഡ് നോക്കാം. ഈ എഫ് ഇസഡില് അപ്പൊ നമുക്ക് ഇവിടെ എക്സ്പാൻഷൻ കൊടുക്കണം. അപ്പൊ ഇവിടുത്തെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ റീജിയൻ, നമ്മുടെ ഈ റീജിയൻ പറയുന്ന പേരാണ് ആനുലർ റീജിയൻ. ഈ റീജിയനിൽ ദാണ്ട് ഈ മോഡ് ഇസഡ് ആണ്. അപ്പൊ ഇസഡിന്റെ പവേഴ്സിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇതിനെ ഇസഡിന്റെ പവേഴ്സിൽ എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ നമ്മുടെ പ്രീവിയസ് ദാണ്ട് ഈ റിസൾട്ട് യൂസ് ചെയ്യണം. ഈ റിസൾട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ടിംഗ് ടേം 1 ആക്കണം. അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റാർട്ടിംഗ് ടേം 1 ആക്കാൻ ഇസഡ് പുറത്തെടുത്ത് സ്റ്റാർട്ടിംഗ് ടേം 1 ആക്കാം. അതുപോലെ -1 പുറത്തെടുത്ത് സ്റ്റാർട്ടിംഗ് ടേം 1 ആക്കാം. എല്ലാത്തിനും 2 ഓപ്ഷൻസ് കാണും. പക്ഷെ നമ്മൾ സ്യൂട്ടബിൾ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് 1/mod z ലെസ് ദാൻ 1 ആണ്. 1/mod z. അപ്പൊ ഇവിടെ z പുറത്തെടുത്താൽ 1/z വരും ആൻഡ് ഇറ്റ്സ് മോഡുലസ് ഈസ് ലെസ് ദാൻ 1. അപ്പൊ ഇതാണ് പ്രോപ്പർ വേ. അപ്പൊ ഇവിടുന്ന് 2 രീതിയിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ടേം 1 ആക്കാം. ഐദർ യു ടേക്ക് z ഔട്ട്സൈഡ് ഓർ -1 ഔട്ട്സൈഡ്. സോ ബേസ്ഡ് ഓൺ ദിസ് റീജിയൻ ദ കൺവീനിയന്റ് വേ ഈസ് യു ടേക്ക് z ഔട്ട്സൈഡ്. അപ്പൊ -1 ഞാൻ z ആണ് പുറത്തെടുക്കുന്നത്. -1 പുറത്തെടുത്താൽ നമുക്ക് എക്സ്പാൻഷൻ നടക്കില്ല. പ്ലസ് ഇനി ഇവിടെ മോഡ് z/2 ആണ് ലെസ് ദാൻ 1. അപ്പം ഇവിടെ സ്റ്റാർട്ടിംഗ് ടേം 1 ആക്കാൻ യു ഐദർ ടേക്ക് z ഔട്ട്സൈഡ് ഓർ -2 ഔട്ട്സൈഡ്. അപ്പൊ -2 ഔട്ട്സൈഡ് എടുക്കുന്നതാണ് നല്ലത്. -2 പുറത്തെടുത്തു. 1 - z/2 കണ്ടേ, മോഡ് z/2 ലെസ് ദാൻ 1. അപ്പൊ നമുക്ക് എക്സ്പാൻഷൻ പോസിബിൾ ആണ്. ഇതിന്റെ എക്സ്പാൻഷൻ -1/z ഇൻറ്റു ഇത് 1 - 1/z റേസ് ടു -1 -1/2 ഇൻറ്റു 1 - z/2 റേസ് ടു -1. അപ്പൊ ഇതിന്റെ എക്സ്പാൻഷൻ കൊടുക്കാം. -1/z ഇൻറ്റു ഇത് 1 - z റേസ് ടു -1. അപ്പൊ 1 + 1/z + 1/z സ്ക്വയർ plus 1/z cube plus etc. Next -1/2 into നമുക്ക് 1 - z/2 raised to -1 ആണ്. ഈ സീരീസിന്റെ എക്സ്പാൻഷൻ ഇവിടെ രണ്ടും നെഗറ്റീവ് ആണ്. അപ്പൊ കംപ്ലീറ്റ് പോസിറ്റീവ്. 1 + z/2 പ്ലസ് z/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇതാണ് നമ്മുടെ ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ. അപ്പൊ ഇത്രയും മതി. ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അതെല്ലാം നിങ്ങൾ എക്സ്പാൻഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ z പുറത്തെടുക്കാം. -1/z ഇത്രയും മതി. അപ്പൊ -1/z സ്ക്വയർ പ്ലസ് എക്സ്. അപ്പൊ ഇവിടെ 1/z ക്യൂബ് നെഗറ്റീവ് അല്ലേ. -1/2 minus z/2 square minus z²/2 ക്യൂബ്. ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യണമെന്നില്ല, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം.
ഇനി നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. Again you have to expand in this region. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റീജിയൻ നമ്മുടെ FZ, see our FZ is see given region is mod Z greater than 2. തന്നിരിക്കുന്ന റീജിയനെ ലെസ് ദാൻ 1 പോലെ എഴുതുക. ദിസ് ഇംപ്ലൈസ് 2 ലെസ് ദാൻ mod Z, ദാറ്റ് ഈസ് 2 by mod Z ലെസ് ദാൻ 1. See our FZ is this equal to, ഇപ്പോൾ പ്രോപ്പർ ആയിട്ട് ആ ഇൻഫിനിറ്റ് സീരീസ് എക്സ്പാൻഷൻ സ്യൂട്ടബിൾ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ ഇതിനെ റീഅറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ Z പുറത്തെടുക്കാം. മൈനസ് 1 by Z into 1 minus 1 by Z. Here you take Z outside. 1 by Z into 1 minus 2 by Z. ഇവിടെ സ്റ്റാർട്ടിംഗ് ടേം ഓഫ് ബോത്ത് ടേംസ് ആർ 1. ഇനി സെക്കൻഡ് ടേമിന്റെ മോഡുലസ് ഈ 1 by mod Z ലെസ് ദാൻ 1 ആണോ? കാരണം 1 by mod Z-ന്റെ 2 times ആണ് 2 by mod Z. അത് ലെസ് ദാൻ 1 ആണ്. 1 by mod Z-ന്റെ 2 times ലെസ് ദാൻ 1 ആണ്. സോ 1 by mod Z is ലെസ് ദാൻ 1. അപ്പൊ ഈ ടേമിന്റെ മോഡുലസ് ലെസ് ദാൻ 1 ആണ്. ഓൾറെഡി 2 by mod Z ലെസ് ദാൻ 1 ആണ്. സോ ദ എക്സ്പാൻഷൻ ഈസ് പോസിബിൾ. സോ യു എക്സ്പാൻഡ്, that is minus 1 by Z into ഇതിന്റെ എക്സ്പാൻഷൻ 1 plus 1 by Z plus 1 by Z square plus etc. plus 1 by Z into 1 plus 2 by Z plus 2 by Z square plus etc. ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണമെന്നൊന്നുമില്ല, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഓപ്പൺ ചെയ്താലും കുഴപ്പമില്ല. സി ദിസ് ഈസ് ദ റിക്വയർഡ് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഈ സെക്ഷനിൽ നിന്നാണ്. ഇവാലുവേഷൻ ഓഫ് ദി ഇന്റഗ്രൽ ഓഫ് ദി ടൈപ്പ് ഇന്റഗ്രൽ 0 to 2 pi f of sin theta cos theta. ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ ലാസ്റ്റ് ഇയറിലെ 21 ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ കോണ്ടൂർ ഇന്റഗ്രലിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്ത് ആൻസർ ചെയ്യാം. അപ്പൊ ആദ്യം ഈ ഇന്റഗ്രൽ 0 to 2 pi ആണ്. അപ്പൊ ഇതിനെ ഇന്റഗ്രൽ ഓവർ സി FZ dZ കൺവേർട്ട് ചെയ്യാം. ഇത് ബൈ റെസിഡ്യൂ തിയറം ദിസ് ഇന്റഗ്രൽ ഈസ് 2 pi I into sum of residues of F within C. അപ്പൊ ഈ റെസിഡ്യൂസ് കണ്ടുപിടിക്കുക, അതിന്റെ സം എടുക്കുക, 2 pi I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇതിന്റെ ആൻസർ ആയി. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. സി ദിസ് ഈസ് ദ മെത്തേഡ്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനെ നമുക്ക് ഇതുപോലെ കൺവേർട്ട് ചെയ്യാൻ ഒരു ക്ലോസ്ഡ് കർവ് സി വേണം. അപ്പൊ ഈ സെക്ഷനിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും കോമൺ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് Z is equal to e raised to I theta എന്നാണ്. അപ്പൊ ഈ സെക്ഷനിലുള്ള നമ്മുടെ ഈ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ ഇന്റഗ്രൽ 0 to 2 pi f of sin theta cos theta. അപ്പൊ ഈ സെക്ഷനിലെ എല്ലാ ക്വസ്റ്റ്യൻസിലും ഒരു കോമൺ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ കോമൺ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും ഇന്റഗ്രൽ ഓവർ സി FZ dZ കൺവേർട്ട് ചെയ്യും. അപ്പൊ നമ്മുടെ കോമൺ സബ്സ്റ്റിറ്റ്യൂഷൻ Z equal to e raised to I theta. അപ്പൊ ഇവിടുന്ന് നമുക്ക് ഇവിടെ ഒരു ഡി തീറ്റ മാറ്റണം, കാരണം ഇത് കംപ്ലീറ്റ് Z മാറ്റണം. അപ്പൊ ഇതിന്റെ ഡിഫറൻഷ്യൽ എടുക്കുക. dZ is I e raised to I theta d theta. So d theta is dz by d theta, dz by I e raised to I theta. That is dz by I into e raised to I theta is Z. അപ്പൊ നമ്മുടെ d തീറ്റയുടെ ഫോമാറ്റ് ഇതാണ്. Z ഇതാണ്, d തീറ്റ ഇതാണ്. എല്ലാ ക്വസ്റ്റ്യൻസിനും കോമൺ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനി നമുക്ക് ഈ ഇന്റഗ്രലിനെ കംപ്ലീറ്റ് Z കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ സൈൻ തീറ്റ മാറ്റണം. സൈൻ തീറ്റ ഈസ് Z minus 1 by Z by 2i. ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. അതല്ലെങ്കിൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഈയുടെ ടേംസിൽ e raised to I theta minus e raised to minus I theta by 2i. ഇതാണ് ഇതിന്റെ കറക്റ്റ് വേ ഓഫ് റീറൈറ്റിംഗ്. e raised to I theta എത്രയാണ്? Z. This is 1 by Z. So we have Z minus 1 by Z by 2i. See this is sin theta. Cos theta ആയിരുന്നുവെങ്കിൽ Z plus 1 by Z by 2 ആയിരുന്നു. അപ്പൊ ഇത്രയും സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുക. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എടുക്കുക. See our question integral 0 to 2 pi d theta by 5 minus 4 sin theta.
സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഇന്റഗ്രൽ ഡി തീറ്റ ഈസ് ഡി സെഡ് ബൈ ഐ സെഡ്. 5 minus 4 into sin theta becomes z minus 1 by z by 2i. Here theta varies from 0 to 2 pi. Our substitution is z equal to e raised to I theta. See, in this, if theta varies from 0 to 2 pi, you know this is a circle and its modulus is mod z is 1. So this is unit circle. So when theta varies from 0 to 2 pi, z varies along a unit circle. Z ന്റെ വേരിയേഷൻ ഒരു യൂണിറ്റ് സർക്കിളിൽ കൂടിയാണ്. സോ z varies along c where c is mod z equal to 1. എല്ലാ ക്വസ്റ്റ്യൻസിലും ഇങ്ങനെ തന്നെയാണ് വരിക. ഇനിയും ഇവിടെ ഒരു സിംപ്ലിഫിക്കേഷൻസ് നടത്തി ദാണ്ട് ഇതേ ഫോമാറ്റ് ആക്കുക. ഈ സിംപ്ലിഫിക്കേഷൻസ് പല രീതിയിൽ ചെയ്യാം. ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ഈ സിംപ്ലിഫിക്കേഷൻസിൽ മിസ്റ്റേക്സ് വരാൻ ചാൻസ് കൂടുതലാണ്. കൺവീനിയൻ്റ് ആയിട്ടുള്ള വേ ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും താഴെയുള്ള ഡിനോമിനേറ്റർ LCM എടുത്ത് ക്ലിയർ ചെയ്ത് പോവുക. ഞാൻ അങ്ങനെയായിരിക്കും ചെയ്യുക. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ ഓവർ സി ഞാൻ 2i LCM എടുക്കുന്നു. 2i LCM എടുക്കുമ്പോൾ അതങ്ങ് ന്യൂമറേറ്ററിൽ വരും. അപ്പോൾ 10i മൈനസ്, സോ ബിഫോർ ദാറ്റ് യു ക്യാൻ റിമൂവ് എ 2. 2 ഈസ് കോമൺ. ഇവിടെ ഒരു 2 ക്യാൻസൽ ചെയ്യാം. ഇനി ഐ LCM എടുക്കുക. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ സി ഐ ഡി സെഡ് ബൈ ഐ സെഡ് 5i മൈനസ് 2 ഇൻറ്റു ഇസെഡ് മൈനസ് 1 ബൈ ഇസെഡ്. അപ്പം ഇത് ദാണ്ട് ഈ ഇൻ്റഗ്രൽ ദാണ്ട് ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പം ഇനി ഇവിടെ സിംപ്ലിഫിക്കേഷൻസ് ചെയ്യാൻ പോവാണ്. ഐ ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി ഡി സെഡ് ബൈ 5i മൈനസ് 2 ഇൻറ്റു ഇസെഡ് മൈനസ് 1 ബൈ ഇസെഡ്. ഇനി നമ്മുടെ ഏറ്റവും താഴെയുള്ള ഡിനോമിനേറ്റർ ഇസെഡ് ആണ്. ഈ ഇസെഡ് LCM എടുക്കുക. ഈ ഇസെഡ് LCM എടുക്കുമ്പോൾ നമ്മൾ എഴുതി വന്നപ്പോൾ ഒരു ഇസെഡ് വിട്ടുപോയല്ലോ. ഡി സെഡ് ബൈ ഇസെഡ് ഉണ്ട്. ഈ ഇസെഡ് LCM എടുക്കുക. ഈ ഇസെഡ് LCM വരുമ്പോൾ ഈ ഇസെഡ് അങ്ങ് മുകളിൽ പോകും. അപ്പോൾ ഇസെഡ് ഡി സെഡ് ബൈ ഇസെഡ് ബൈ 5i ഇസെഡ് മൈനസ് 2 ഇസെഡ് സ്ക്വയർ പ്ലസ് 2. ഇസെഡ് ക്യാൻസൽ ചെയ്യും. ഇൻ്റഗ്രൽ ഓവർ സി ഡി സെഡ് ബൈ, ഇതൊരു സെക്കൻഡ് ഡിഗ്രി എക്സ്പ്രഷൻ ആണ്. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ടേം പ്ലസ് ഫസ്റ്റ് ഡിഗ്രി ടേം. സി നൗ ദിസ് ഈസ് ഇൻ ദി ഫോം ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഇസെഡ് ഡി സെഡ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് ഇത് സിംപ്ലിഫൈ ചെയ്ത് വന്നത്. ഇൻ്റഗ്രൽ 0 to 2 pi ഡി തീറ്റ ബൈ 5 മൈനസ് 4 സൈൻ തീറ്റ. സി ദിസ് ഈസ് അവർ ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വന്നത്. സിംപ്ലിഫൈ ചെയ്ത് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഇസെഡ് ഡി സെഡ് എന്ന് കൊണ്ടുവന്നു. ദാറ്റ് ഈസ് എഫ് ഇസെഡ്. എഫ് ഇസെഡ് ഈസ് 1 by minus 2 z സ്ക്വയർ പ്ലസ് 5i z പ്ലസ് 2. നമുക്കിനിയും ഈ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഇസെഡ് ഡി സെഡ് യു ക്യാൻ ഇവാലുവേറ്റ് ബൈ റെസിഡ്യൂ തിയറം. അപ്പോൾ റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ അത് ഇൻസൈഡ് സിംഗുലാരിറ്റീസിന്റെ റെസിഡ്യൂസ് നോക്കിയിട്ട് വേണം നമുക്ക് ഇക്വേഷൻ കൊടുക്കാൻ. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് എഫ് ഇസെഡിന്റെ സിംഗുലാരിറ്റീസ് നോക്കാം. എഫ് ഇസെഡിന്റെ സിംഗുലാരിറ്റീസ് കിട്ടാൻ ഇതിന്റെ ഡിനോമിനേറ്റർ 0ക്ക് ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്യാം. ഇവിടെ ഐ ടേം ഉണ്ട്. ഐ ഉണ്ടായത് കൊണ്ട് നമ്മളത് ചെയ്യണം. അല്ലെങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ ഇസഡിന്റെ വാല്യൂസ് ഇസഡ് ഈസ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac 4 സ്ക്വയർ ബൈ 2a മൈനസ് 4. ദാറ്റ് ഈസ് മൈനസ് 5i പ്ലസ് ഓർ മൈനസ് റൂട്ട് മൈനസ് 9 by minus 4. That is minus 5i plus or minus I 3 by 4. That is minus 4. Minus 8i by minus 4 and minus 2i by minus 4. That is 2i and I by 2. So the singularities of FZ are 2i and I by 2. ഈ സിംഗുലാരിറ്റീസിൽ നമ്മുടെ ഏതൊക്കെ ഇൻസൈഡ് ഓഫ് സി ആണെന്ന് നോക്കണം. നമ്മുടെ സി എന്ന് പറയുന്നത് യൂണിറ്റ് സർക്കിൾ ആണ്. അപ്പൊ ഈ യൂണിറ്റ് സർക്കിളിൽ ഇൻസൈഡിലുള്ളത് I by 2 മാത്രമേ ഉള്ളൂ. 2i ഔട്ട്സൈഡിലാണ്. സോ ദ ഓൺലി സിംഗുലാരിറ്റി ഓഫ് എഫ് വിച്ച് ലൈസ് വിത്തിൻ സി ഈസ് I by 2. ഒരു സിംഗുലാരിറ്റിയേ ഉള്ളൂ. സോ ബൈ റെസിഡ്യൂ തിയറം ഇന്റഗ്രൽ ഓവർ സി എഫ് ഇസ് ഡി ഇസഡ് ഈസ് 2πi into r1. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. നമുക്ക് ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 1 എന്ന് കിട്ടും. ഈ 1ന്റെ റൈറ്റ് സൈഡ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ 2πi into r1. അതിൽ r1 കണ്ടുപിടിച്ചിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വട്ട് ഈസ് r1? r1 ഈസ് റെസിഡ്യൂ ഓഫ് f at I by 2. So this is
See, I/2 is a simple pole, so its residue is limit z tends to I/2, z minus I/2 into Fz. അപ്പോൾ ഇവിടെ Fzന്റെ ഫാക്ടറൈസേഷൻ കൊടുക്കണം. സോ നമ്മുടെ റെസിഡ്യൂ ലിമിറ്റ് z tends to I/2, z minus I/2 into Fz. See, our Fz is 1 by minus 2z square plus 5yz plus 2, and its singularities are 2y and I/2. അപ്പോൾ ഇതിന്റെ ഫാക്ടറൈസേഷൻ കൊടുത്ത് ക്യാൻസലേഷൻ നടത്തിയിട്ടേ നിങ്ങൾ ലിമിറ്റ് വാല്യുവേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതിന്റെ ഫാക്ടറൈസേഷൻ കൊടുക്കുന്ന സമയത്ത് മെജോറിറ്റി സ്റ്റുഡൻസിന് ഒരു ചെറിയ മിസ്റ്റേക്ക് വരും. ആ ചെറിയ മിസ്റ്റേക്ക് കാരണം നമ്മുടെ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇവിടെ Fzന്റെ ഫാക്ടറൈസേഷൻ 1 by ആൽഫ ബീറ്റ സൊല്യൂഷൻസ് ആണെങ്കിൽ ഫാക്ടറൈസേഷൻ z മൈനസ് ആൽഫ ഇൻറ്റു z മൈനസ് ബീറ്റ പ്രൊവൈഡഡ് കോഎഫിഷ്യന്റ് ഓഫ് z സ്ക്വയർ ഈസ് 1. അപ്പൊ നമുക്ക് ഇവിടെ ഫാക്ടറൈസേഷൻ കൊടുക്കാം z മൈനസ് 2y ഇൻറ്റു z മൈനസ് I/2. ഈ ഫാക്ടറൈസേഷൻ കൊടുക്കണമെങ്കിൽ z സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം. ഇവിടെ z സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് -2 ആണ്. അപ്പൊ ആ -2 ഇവിടെ കൊടുക്കണം. ഈ -2 ആണ് മെജോറിറ്റി സ്റ്റുഡൻസും വിട്ടുപോകാറുള്ളത്. സോ ബി വെരി കെയർഫുൾ. അപ്പൊ ഇതങ്ങ് ക്യാൻസൽ ചെയ്യാം. You put z equal to I/2, that is minus 2 into I/2 കൊടുക്കുക. I/2 minus 2y. അപ്പം that is 2 into ഇവിടെ I. അപ്പം 2 ക്യാൻസൽ ചെയ്യും. So answer is 1 by 3i. So residue is 1 by 3i. So you put in equation number 2. 2 കൊടുക്കുമ്പം ഇന്റഗ്രൽ ഓവർ സി Fz dz is put in 2 pi I into 1 by 3i. So answer is 2 pi by 3. You put integral over c Fz dz in equation number 1. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഇന്റഗ്രൽ 0 to 2 pi d theta by 5 minus 4 sin theta is equal to 2 pi by 3. So its answer is 2 pi by 3. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി fx dx എന്ന് പറഞ്ഞ സെക്ഷനിൽ നിന്ന് വന്നതാണ്. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാകും. അപ്പം നമുക്ക് ഇവിടെയും കഴിഞ്ഞ അതേ ടെക്നിക്കാണ്, പക്ഷേ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ഇവിടുത്തെ ക്ലോസ്ഡ് കർവും ഡിഫറെൻ്റ് ആണ്, പഴയ കണ്ടന്റ് എല്ലാം സെയിം ആണ്. അപ്പം ഇത് ആൻസർ ചെയ്യാൻ നമ്മൾ ഈ ഇന്റഗ്രലെ ആദ്യം ഒരു കോണ്ടൂർ ഇന്റഗ്രലിലോട്ട് കൊണ്ടുവരിക. ഇന്റഗ്രൽ ഓവർ സി Fz dz കൊണ്ടുവരിക. എന്നിട്ട് ഇതിൽ നമ്മൾ റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യുക. റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഓവർ സി Fz dz is 2 pi I into sum of residues of f within c. എന്നിട്ട് റെസിഡ്യൂസ് കാൽക്കുലേറ്റ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ ആകും. അപ്പൊ ഇവിടെ ഈ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയെ ഒരു ഇന്റഗ്രൽ ഓവർ സി ഒരു ക്ലോസ്ഡ് കർവിലോട്ട് കൊണ്ടുവരണം. അപ്പൊ ഈ സെക്ഷനിലുള്ള എല്ലാ ക്വസ്റ്റ്യന്റെയും ക്ലോസ്ഡ് കർവ് എന്ന് പറയുന്നത് യു കൺസിഡർ a semicircle in the upper half of the z plane and a real axis from minus r to r as shown in figure, and c is this closed curve. അപ്പോൾ എഴുതേണ്ടത് let c be the closed curve consisting of a semicircle of radius r in the upper half of the z plane. അപ്പം നമ്മൾ ഈ സെമി സർക്കിൾ മാത്രം കൺസിഡർ ചെയ്താൽ അത് ക്ലോസ്ഡ് ആവില്ല. അത് ക്ലോസ്ഡ് ആക്കാൻ യു കൺസിഡർ എ റിയൽ ആക്സിസ് ഫ്രം -r to r as shown in figure. അപ്പം നമ്മുടെ ക്ലോസ്ഡ് കർവ് c കിട്ടി. ഇനിയും അഗെയിൻ അസ്യൂം r tends to infinity. അപ്പൊ ഈ r എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. സോ ഇറ്റ്സ് എ വെരി വെരി ലാർജ് സെമി സർക്കിൾ കവറിംഗ് ദ ഫസ്റ്റ് 2 quadrants ഇൻ ദി അപ്പർ ഹാഫ് ഓഫ് ദ z പ്ലെയിൻ. ഫസ്റ്റ് ക്വാഡ്രന്റും സെക്കൻഡ് ക്വാഡ്രന്റും കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെമി സർക്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിനുവേണ്ടി യു അസ്യൂം r tends to infinity. അപ്പൊ അടുത്ത് എഴുതണം അസ്യൂം r tends to infinity. r tends to infinity ആകുമ്പോൾ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി fx dx becomes ഇന്റഗ്രൽ ഓവർ c Fz dz. ഇത്രയും വരെ ഈ സെക്ഷനിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും കോമൺ പാർട്ടാണ്. ഇനി നമുക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്യണം. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി fx dx. സോ വാട്ട് ഈസ് fx? ഇതാണ് നമ്മുടെ fx അല്ലേ. ലെറ്റ് fx ഈക്വൽ ടു x സ്ക്വയർ പ്ലസ് 2 ബൈ x സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു x സ്ക്വയർ പ്ലസ് 4. ഇതാണ് നമ്മുടെ fx. നമുക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ fz വേണം. ഇവിടെ fz എഴുതാൻ വളരെ എളുപ്പമാണ്.
എഫ് എക്സ് ഉണ്ട്. സി ഇത് എഫ് എക്സ്. അപ്പൊ എഫ് ഇസഡ് എഴുതാൻ നിങ്ങൾ യു റീപ്ലേസ് എക്സ് ബൈ ഇസഡ്. സോ എഫ് ഇസഡ് ഈസ് ഇസഡ് സ്ക്വയർ പ്ലസ് 2 ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഇസഡ് സ്ക്വയർ പ്ലസ് 4. ഇതാണ് നമ്മുടെ എഫ് ഇസഡ്. ഇനിയും ഇതിന്റെ സിംഗുലാരിറ്റീസ് നോക്കണം. ഇതിന്റെ സിംഗുലാരിറ്റീസ് ഇവിടെ നിന്ന് പ്ലസ് ഓർ മൈനസ് ഐ, പ്ലസ് ഐ മൈനസ് ഐ, ഇവിടെ നിന്ന് പ്ലസ് 2i ആൻഡ് മൈനസ് 2i. See the singularities of FZ are I, minus I, 2i and minus 2i. ഇനി ഇതിൽ ഏതൊക്കെ നമ്മുടെ സിയുടെ ഇൻസൈഡിൽ ഉണ്ടാകും എന്ന് നോക്കണം. സി എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് നമ്മുടെ സി. ഇതിൽ ആർ ടെൻസ് ടു ഇൻഫിനിറ്റി, ആർ ഈസ് വെരി വെരി ലാർജ്. അപ്പൊ ഫസ്റ്റ് 2 ക്വാഡ്രൻസിലുള്ള എല്ലാ സിംഗുലാരിറ്റീസും സിയുടെ ഉള്ളിലായിരിക്കും. അപ്പൊ ഏത് ക്വസ്റ്റ്യനിലും ആദ്യത്തെ 2 ക്വാഡ്രന്റിലുള്ള എല്ലാ സിംഗുലാരിറ്റീസും സിയുടെ ഇൻസൈഡ് ആകും. അപ്പൊ ഇവിടെ ഫസ്റ്റ് 2 ക്വാഡ്രൻസിൽ വരുന്നത് ഐയും 2iയും ആണ്. So I and 2i are the only singularities of f which lies within C. അപ്പം 2 ഇൻസൈഡ് ഉണ്ട്. അപ്പൊ നമുക്ക് കോഷീസ് റെസിഡ്യൂ തിയറം വഴി ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ഡി ഇസഡ് ഈസ് 2πi ഇൻറ്റു 2 ഇൻസൈഡ് ഉണ്ട്. സോ R1 പ്ലസ് R2. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനിയും ഇവിടെ ഈ R1ഉം R2ഉം ഇവാലുവേറ്റ് ചെയ്യുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ഡി ഇസഡ് കിട്ടും. ഇത് ഈ ഇക്വേഷൻ 1 കൊടുക്കുക. അപ്പൊ ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ ആകും. ഇതാണ് നമ്മുടെ റീസബ്സ്റ്റിറ്റ്യൂഷന്റെ ആ സീക്വൻസ്. പിന്നെ നമുക്ക് R1 R2 കണ്ടുപിടിക്കണം. സി R1 ഈസ് റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് ഐ എടുക്കാം. റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് ഐ. സി സിമ്പിൾ പോൾസ് ആണ്. അപ്പം റെസിഡ്യൂന്റെ ഇക്വേഷൻ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഐ ഇസഡ് മൈനസ് ഐ ഇൻറ്റു എഫ് ഇസഡ്. ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഐ z minus I into you give the factorization of fz. അപ്പോൾ fz ന്റെ ഫാക്ടറൈസേഷൻ കൊടുക്കുമ്പോൾ കെയർഫുൾ ആവണം. അപ്പം fz ഈസ് സി നമ്മുടെ fz z സ്ക്വയർ പ്ലസ് 2 ഡിവൈഡഡ് ബൈ z സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു z സ്ക്വയർ പ്ലസ് 4. സി fz ഈസ് z സ്ക്വയർ പ്ലസ് 2 ബൈ കറക്റ്റ്. അപ്പോൾ ഇതിന്റെ ഫാക്ടറൈസേഷൻ അപ്പൊ നമുക്ക് ഐക്ക് വെച്ചുള്ള ഫാക്ടറൈസേഷൻ കൊടുക്കാം. ഇസഡ് സ്ക്വയർ പ്ലസ് 2 ബൈ ഇസഡ് പ്ലസ് ഐ ഇൻറ്റു ഇസഡ് മൈനസ് ഐ. നിങ്ങൾക്ക് അടുത്ത ടേമിനും ഫാക്ടറൈസേഷൻ കൊടുക്കാം. ഇറ്റ് ഈസ് ഇസഡ് പ്ലസ് 2i ഇൻറ്റു ഇസഡ് മൈനസ് 2i. ദാറ്റ്സ് നോട്ട് നെസസറി. കാരണം നമുക്ക് ഇത് മാത്രമല്ല ക്യാൻസൽ ചെയ്യാനുള്ളൂ. യു പുട്ട് ഇസഡ് ഈക്വൽ ടു ഐ. ഇസഡിനൊക്കെ ഐ കൊടുക്കുക. അപ്പൊ ഐ സ്ക്വയർ മൈനസ് 1 പ്ലസ് 2 ബൈ ഇവിടെ 2i വരും. ഇവിടെ ഐ സ്ക്വയർ മൈനസ് 1, അപ്പൊ അത് 3 ആകും. So 1 by 6i. So R1 is 6i. R1 6i ആണ്. Similarly you find R2. R2 is a residue of f at 2i. That is limit z tends to 2i z minus 2i into fz. fz ന്റെ ഫാക്ടറൈസേഷൻ കൊടുക്കുക. z plus 2 by നമുക്ക് ഇവിടെയാണ് ഫാക്ടറൈസേഷൻ കൊടുക്കേണ്ടത്. അപ്പൊ z സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു z പ്ലസ് 2i ഇൻറ്റു z മൈനസ് 2i. ഇവിടെ നിങ്ങൾ ഇതിനും ഫാക്ടറൈസേഷൻ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് അത്ര അത്യാവശ്യമല്ല. ദാറ്റ് ഈസ് യു പുട്ട് z ഈക്വൽ ടു 2i. ഇപ്പൊ ഇവിടെ 2i കൊടുക്കുമ്പം 2i സ്ക്വയർ ദാറ്റ് ഈസ് മൈനസ് 4 പ്ലസ് 2 ബൈ 2iയുടെ സ്ക്വയർ എന്ന് പറയുമ്പം 2 സ്ക്വയർ ഇൻറ്റു ഐ സ്ക്വയർ മൈനസ്, അപ്പം മൈനസ് 4 ആണ്. അപ്പൊ ഇവിടുത്തെ കാൽക്കുലേഷൻസ് ഒക്കെ വളരെ കെയർഫുൾ ആവണം. മൈനസ് 4 പ്ലസ് 1 4i. ദാറ്റ് ഈസ് മൈനസ് 2 ഡിവൈഡഡ് ബൈ മൈനസ് 3 ഇൻറ്റു 4i. ദാറ്റ് ഈസ് മൈനസ് പോകും 1 ബൈ 6i. ഇപ്പൊ 2 റെസിഡ്യൂസും 1 ബൈ 6i ആണ്. Now put in equation number 2. ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുമ്പോൾ ഇന്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറയുന്നത് 2πi ഇൻറ്റു 1 by 6i പ്ലസ് 1 by 6i. ദാറ്റ് ഈസ് 2 by 6i. ഐ കട്ടായി ഒരു 2 പോയി. സോ ആൻസർ ഈസ് 2π by 3. 2π by 3. Again you put in equation number 1. See our equation number 1 is 1 ദാണ്ട് ഇതാണ്. അപ്പൊ ഇവിടെ ഇതിന്റെ ആൻസർ കിട്ടി. അപ്പൊ അതിന്റെ ആൻസർ 2π by 3 ആണ്. അപ്പൊ ഇവിടെ 2π by 3 കൊടുക്കുമ്പോൾ ഇവിടെ 2π by 3 കൊടുക്കാം. സോ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ എത്രയാണ്? 2π by 3. സോ ദിസ് ഇന്റഗ്രൽ ഈസ് 2π by 3. അപ്പൊ പുട്ട് ഇൻ 1 ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ് ഈസ് 2π by 3. Next question. Next question is evaluation of an integral based on residue theorem. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻസിലും residue theorem അപ്ലൈ ചെയ്തു. ഈ residue theorem പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ എടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും.
അപ്പോൾ റെസിഡ്യൂ തിയറം യൂസ് ചെയ്ത് ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. we are all familiar with the residue theorem. Integral over CF is 2 pi I into sum of residues of F within C. അപ്പം നമ്മുടെ FZ കൺസിഡർ ചെയ്യുക. അപ്പം നമുക്ക് ഇതാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്റഗ്രൽ ഓവർ സി FZ DZ മോഡൽ ആകുമ്പം ദിസ് ഗിവൺ ഫംഗ്ഷൻ ഈസ് അവർ FZ. ഇനി ഈ FZന്റെ സിംഗുലാരിറ്റീസ് ഡിനോമിനേറ്റർ സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്യുക. ഇവിടെ ഐ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് വേഗം കറക്റ്റായിട്ട് ആൻസർ കിട്ടും. അതല്ലെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പം ഞാനിവിടെ Z³ കോമൺ ആണ്. Z - 2 = 0. സോ നമ്മുടെ സിംഗുലാരിറ്റീസ് ഇവിടുന്ന് 0 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ 0 ഈസ് എ സിംഗുലാരിറ്റി ഓഫ് ഓർഡർ 3. ഇവിടുന്ന് 2. സോ ദ സിംഗുലർ പോയിന്റ്സ് ഓഫ് FZ ആർ 0 and 2. Name 0 and 2, and also you keep in your mind 0 is a pole of order 3 and 2 is a pole of order 1. ഇനി ഇതിൽ ഏതൊക്കെ നമ്മുടെ സിയുടെ ഇൻസൈഡ് ഉണ്ടെന്ന് നോക്കാം. സി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സർക്കിൾ വിത്ത് റേഡിയസ് ഹാഫ് ആൻഡ് സെന്റർ 0. അപ്പൊ ഇതിൽ ക്ലിയർലി 0 is the only singularity of F within C. 2 outside. So by residue theorem, integral over C FZ DZ ഒരെണ്ണം മാത്രമേ ഇൻസൈഡ് ഉള്ളൂ. ഇപ്പൊ 2 pi I into R1. ഇനി R1 കണ്ടുപിടിക്കുക. R1 is residue of F at 0. Residue of F at 0 എഴുതണം. It is a pole of order 3. യൂഷ്വലി ഫ്രീക്വന്റ് ആയിട്ട് വരുന്നത് പോൾ ഓഫ് ഓർഡർ 1ഉം 2ഉം ആണ്. ഈ 3ഉം 4ഉം ഒക്കെ റെയർലി ആണ് വരുന്നത്. അപ്പൊ ഇത് ഒക്കേഷണലി വരുന്നതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഫോർമുല അധികം ബൈഹാർട്ട് ചെയ്യില്ല. പക്ഷെ ജനറൽ ഫോർമുല അറിഞ്ഞിരിക്കണം. ഇഫ് Z = A is a pole of order M of FZ, then residue of F at A എന്ന് പറയുന്നത് 1/m-1 factorial limit Z tends to A m-1th derivative of Z minus A raised to M FZ. ഇതാണ് ജനറൽ റിസൾട്ട്. അപ്പൊ ഇവിടെ പോൾ ഓഫ് ഓർഡർ 3 ആണ്. ഹിയർ യു പുട്ട് M = 3. അപ്പൊ നമ്മുടെ ഇക്വേഷൻ 1/2 ഫാക്ടോറിയൽ ലിമിറ്റ് Z tends to A സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് Z minus A the whole cube FZ എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമ്മുടെ A എന്ന് പറയുന്ന സിംഗുലർ പോയിന്റ് 0 ആണ്. അപ്പൊ യു പുട്ട് A = 0. അപ്പൊ 1/2 ലിമിറ്റ് Z tends to 0 സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് Z³ FZ ന്റെ ഫാക്ടറൈസേഷൻ കൊടുക്കണം. നമ്മുടെ FZ എന്ന് പറയുന്നത് Z + 1/Z³ × Z - 2 അല്ലെ. 0ഉം 2 ആണ് സൊല്യൂഷൻസ്. അപ്പൊ ഇതിന്റെ ഫാക്ടറൈസേഷൻ Z³ × Z - 2. Z³ ക്യാൻസൽ ചെയ്യും. ദാറ്റ് ഈസ് 1/2 ലിമിറ്റ് Z tends to 0 സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് Z + 1/Z - 2. ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണം. മെജോറിറ്റി സ്റ്റുഡൻസിന് ഇവിടെയാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക. ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും Z ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു കോഷ്യന്റ് ആണ്. യു അപ്ലൈ കോഷ്യന്റ് റൂൾ. Z - 2 the whole square ഡിനോമിനേറ്റർ സ്ക്വയർ ഇൻറ്റു ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ്. സോ Z - 2 മൈനസ് Z - 1/Z - 2 the whole square. നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് വേണം. അപ്പൊ ഇതുകൊണ്ട് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. That is -3 divided by Z - 2 the whole square. ഇനി ഇതിന്റെ അടുത്ത ഡെറിവേറ്റീവ് വേണം. നെക്സ്റ്റ് ഡെറിവേറ്റീവ് ഈ ടേം നോക്കിയാൽ ഒരു കോഷ്യന്റ് ആണ്. ശരിക്കും ഇവിടെ കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനൊരു ചെറിയ ടെക്നിക് ഉണ്ട്. ഇത് മുകളിലോട്ട് എഴുതുക. ദാറ്റ് ഈസ് -3 Z - 2 the whole raised to -2. കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആൻസർ കിട്ടും. പക്ഷെ ഇവിടെ പെട്ടെന്ന് ആൻസർ കിട്ടാൻ ഇതിപ്പോ x raised to n മോഡലാണ്. അതിന്റെ ഡെറിവേറ്റീവ് nx raised to n - 1 യൂസ് ചെയ്യുക. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ -3 ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് -2 × Z - 2 the whole raised to -3. അപ്പൊ ആൻസർ 6/Z - 2 the whole cube എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഡെറിവേറ്റീവ് കിട്ടി 1/2 ലിമിറ്റ് Z tends to 0 6 divided by Z - 2 the whole cube.
ഇനിയും ഇസഡിന് 0 കൊടുക്കുക. അപ്പൊ 1/2 ഇസഡിന് 0 കൊടുക്കുമ്പോൾ 6/-2 ദ ഹോൾ ക്യൂബ്, ദാറ്റ് ഈസ് 6 divided by 2 into -8 -3/8. അപ്പൊ സി റെസിഡ്യൂ ഈസ് -3/8. അപ്പൊ ഇത് ഇക്വേഷൻ 1-ൽ കൊടുക്കുക. പുട്ട് ഇൻ 1. ഇന്റഗ്രൽ ഓവർ സി എഫ് ഇസ് എ ഡി ഇസ് എ ഡീസ് 2πi into -3/8. So answer is -3πi/4. See, our f is a d is integral over c z plus 1/z raised to 4 minus 2z cube dz. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി. ആൻസർ ഈസ് -3πi/4. അപ്പോൾ മോഡ്യൂൾ 5 ആൻസർ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ 21 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡ്യൂൾ 1, 2, 3, 4, 5 എല്ലാ മോഡ്യൂൾസും ആൻസർ ചെയ്തു. താങ്ക് യു ഓൾ.